ഇതാണ് മാലിന്യത്തെ ഞങ്ങൾ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു എന്നാണ് ഈ അതായത് BJP നേതൃത്വത്തിൻ്റെയും ഒക്കെ മറുപടി. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ആണ് സന്ദീപ് വാര്യർ പിണങ്ങിപ്പോകുന്നത്. അങ്ങനെ പിണങ്ങിപ്പോയപ്പോൾ മാത്രമാണ് അത് മാലിന്യവും പിന്നീടാണ് അത് ഫ്ലഷ് ചെയ്യേണ്ടിയും വന്നത് എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ ഈ അവകാശപ്പെട്ടതുപോലെ, അതായത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെയുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായാൽ ഇനിയും കൂടുതൽ മാലിന്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ട് എന്നുകൂടിയാണ് മനസ്സിലാക്കാൻ പോകുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട യുവതികളുടെ പരാതിയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയത്തിൻ്റെ ചർച്ചാഗതികൾ മാറ്റിവിട്ടത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിക്കുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം വെളിപ്പെടുത്തലുകൾ വന്നതിന് ശേഷവും കോൺഗ്രസിനുള്ളിൽ അഭിപ്രായ ഭിന്നത തുടരുകയാണ്. ആ ഭിന്നത ഇപ്പോൾ രൂക്ഷമായിരിക്കുന്നത് യൂത്തന്മാർക്കിടയിലാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായ ആരോപണങ്ങളിൽ ഉലഞ്ഞുപോയ നേതാക്കളെയാണ് കാണാൻ സാധിച്ചതെങ്കിൽ ഇന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം കൂടുതൽ കരുത്താർജിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വന്നത്. അപ്പോഴും അദ്ദേഹം പറയുന്നുണ്ട്, അങ്ങേയറ്റം വേദനാജനകമാകുന്ന ഒന്നാണ് തങ്ങളുടെ പ്രവർത്തകന് എതിരെ ഇങ്ങനെ ഒരു പരാതി ഉയരുകയും അങ്ങനെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പാർട്ടിയിലെ അംഗത്വത്തിൽ നിന്ന് അടക്കം മാറ്റി നിർത്തേണ്ടിയും വന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളൊന്ന് കേൾക്കാം. ആ സബ്ജക്റ്റിൻ്റെ മറവിൽ ആ സബ്ജക്റ്റിൽ ഞാൻ നില പറഞ്ഞ ഒരു പാർട്ടി ചെയ്യാവുന്ന മാക്സിമം കാര്യം കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത, ഞാൻ പറഞ്ഞല്ലോ ഹൃദയവേദനയോടുകൂടി ആണ് ഒരു സഹപ്രവർത്തകനെതിരായിട്ട് നടപടിയെടുത്തത്. കാരണം മുഖം നോക്കലല്ല, നമ്മുടെ ബന്ധമല്ല, അടുപ്പമല്ല, നിലപാടാണ്. ഒരു സ്ത്രീപക്ഷ നിലപാടാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. അതിന് പാർട്ടിക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് KPC പ്രസിഡന്റ് പറഞ്ഞു നിലപാടെടുത്തത്. അത് ഇനി നിങ്ങൾ ഞങ്ങളോടല്ല ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. നിങ്ങൾ ഈ പറഞ്ഞ ഓരോരുത്തരുടെയും ചരിത്രം നോക്കിയിട്ട് ആ ആളുകളെ ചേർത്ത് പിടിച്ചിരിക്കുന്ന പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കുകയും ചാൻസ് കിട്ടില്ല. ഇനി പത്രസമ്മേളനം നടത്തിയാലും ആകെ 5 ചോദ്യമുള്ളൂ. അത് ഈ കൈരളിയും ദേശാഭിമാനി കൂടി ചോദിക്കും. പിന്നെ നിങ്ങൾക്ക് ആർക്കും ചോദിക്കാൻ അവസരം കിട്ടില്ല. എന്നോടായതുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ 4 ദിവസമായിട്ട് തുടർച്ചയായിട്ട് ചോദിച്ചോണ്ട് ഞാൻ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞു. യെസ്, പ്രതിപക്ഷ നേതാവ് പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി നൽകുന്നുണ്ട് എന്നതാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം മുരളീധരൻ ആദ്യം ഒരു പരിധിവരെ ഷാഫിയെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിച്ചു. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടുതൽ വിമർശനങ്ങളൊക്കെ ഉയർന്ന പശ്ചാത്തലത്തിൽ ഏതാണ്ട് കൈവിടുന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു ഉണ്ടായത്. അതിനുശേഷം ഇന്ന് മുരളീധരന്റെ ശരീരഭാഷയിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ വിഷയത്തിൽ കോൺഗ്രസിലെ നേതാക്കൾക്കിടയിൽ ഒരു ഐക്യപ്പെടൽ ഉണ്ടായിട്ടുണ്ട്, അവർ ഒരുമിച്ച് നിൽക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. ഈ അല്പസമയം മുമ്പ് VD സതീശൻ പറഞ്ഞു ഇനി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് CPM ആണ് എങ്കിൽ ഇവിടെ മുരളീധരൻ പറയുന്നത് നിരവധിയായ ചോദ്യങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയരുന്നുണ്ട്, അതിന് മറുപടി നൽകേണ്ടത് രാഹുൽ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം ഈ രാഹുലിനെതിരായ ആ ശബ്ദമുണ്ടല്ലോ, ആ ശബ്ദം ഇനി ഏതെങ്കിലും മിമിക്രി കലാകാരനെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതാണോ എന്ന ചില സംശയം കൂടിയാണ് മുരളീധരൻ ഇന്ന് പുലർത്തിയത്. ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ കാരണം ഇങ്ങനൊരു പുകമറയുള്ള ഒരു സാഹചര്യത്തിലാണ്. അതല്ലാതെ കുറ്റം ചാർത്തപ്പെട്ട വ്യക്തി കുറ്റവാളിയാണെന്ന് പറയാൻ സാധ്യമല്ല. അത് കോടതി തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയോട് രാജിവെക്കാൻ പറയുന്നത് ശരിയല്ല. പിന്നെ ഒരു MLA എന്നുള്ള എനിക്ക് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ ചിലപ്പോൾ ചില തടസ്സങ്ങളുണ്ടാകാം. ഏതായാലും ഇത് ഗൂഢാലോചനയാണോ അല്ലയോ എന്നുള്ളതൊക്കെ തെളിയിക്കേണ്ടത് ബന്ധപ്പെട്ട കക്ഷികളാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നിരപരാധിയാണെങ്കിൽ അദ്ദേഹത്തിന് അത് തെളിയിക്കാനുള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് പാർട്ടി സസ്പെൻഷൻ ഒതുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ എടുത്തിയാടിയൊന്നും ചെയ്യാനില്ല. പാർട്ടിയെ സംബന്ധിച്ച് ഒരു ജനാധിപത്യ രീതിയിൽ ഭംഗിയായി തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. യെസ്, ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന് മുരളീധരൻ പറയുമ്പോൾ അതിനോട് യോജിച്ച് നിൽക്കുകയാണ് ഘടകകക്ഷികൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിം ലീഗാണ് എന്ന് നമുക്കറിയാം. ലീഗിനും വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയത്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് തിരികെ എത്താൻ കൊതിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ഇനിയും അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ലീഗിന് ചിന്തിക്കാൻ പോലും ആകില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലായിരുന്നു ഈ വലിയ പ്രതിസന്ധി. എന്തായാലും മുസ്ലിം ലീഗും പറയുകയാണ് ഇപ്പോഴെടുത്ത തീരുമാനം അത് അങ്ങേയറ്റം സ്വാഗതാർഹമായ തീരുമാനമാണ്, ജനാധിപത്യപരമായ ഒരു തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ കോൺഗ്രസ് കൈക്കൊണ്ടിട്ടുള്ളത് എന്നതാണ് ലീഗിന്റെ പ്രതികരണം. എന്നാൽ കോൺഗ്രസ് ചർച്ച ചെയ്തത് ഉചിതമായ നടപടി ഉണ്ടാവണമെന്ന്. ആദ്യം അവർ സ്ഥാനത്ത് മാറ്റി, പിന്നെ പാർട്ടി സസ്പെൻഡ് ചെയ്തു. അങ്ങനെ
വളരെ സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് അസലായിട്ടുള്ള നടപടിയാണ് കോൺഗ്രസ് എടുത്തത്. അത് വളരെ മാതൃകാപരമാണ്. ജനങ്ങളത് അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ബന്ധപ്പെട്ട ആൾക്ക് നിരപരാധിയാണെങ്കിൽ അത് തെളിയിക്കാനുള്ള അവസരം കൊടുക്കുന്നത് നാച്ചുറൽ ജസ്റ്റിസ് മാത്രമാണ്. അത് കൊടുക്കാം. പക്ഷേ ആക്ഷേപം വന്നാൽ LDFിൻ്റെ മാതൃക, അതായത് പ്രൊട്ടക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞവനെ മുഴുവൻ അങ്ങോട്ട് കയറി വിമർശിക്കുക, പറഞ്ഞ ആളുകളെ മുഴുവൻ തള്ളിക്കളഞ്ഞ് ആശയം വന്ന ആളുകളെ ന്യായീകരിക്കുക. ആ നിലപാട് കോൺഗ്രസ് എടുത്തില്ല. ഈ 3 പ്രതികരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നേതാക്കൾക്കിടയിൽ അഭിപ്രായ സമന്വയത്തിലേക്ക് എത്തിയെന്ന്. പക്ഷേ താഴെ തട്ടിലേക്ക് എത്തുമ്പോൾ അതല്ല സാഹചര്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് അണികൾക്കിടയിൽ വലിയ അതൃപ്തിയുണ്ട്, ഒപ്പം യുവജന സംഘടനയ്ക്ക് വലിയ അതൃപ്തിയുണ്ട്. അതിലൊരു ചേരിപ്പോര് തുടരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ നേർസാക്ഷ്യമായിട്ടുള്ള ശബ്ദങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് കോൺഗ്രസിനകത്ത് പല വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ തിരിച്ചു പിടിക്കണം തൃത്താല എന്ന തരത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഒക്കെയുണ്ട്. ആ ഗ്രൂപ്പിനകത്തും ഒക്കെ ഇതുപോലെയുള്ള പല സന്ദേശങ്ങളും വരികയാണ്. അതിൽ ചിലർ ഷാഫി പറമ്പിലിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഷാഫി ചതിച്ചതാണ് എന്ന മട്ടിലുള്ള പ്രതികരണങ്ങൾ നൽകുന്നുണ്ട്. അതേസമയം ഷാഫിക്ക് ഇതിൽ ഉത്തരവാദിത്തമൊന്നുമില്ല, ഷാഫി ഇതിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തന്നെ പിന്തുണച്ചുകൊണ്ട് വലിയൊരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ രാഹുലിനെ കുറ്റപ്പെടുത്തുന്നവരുമുണ്ട്. ഈ യുവ നേതാക്കൾക്ക്, വനിതകൾക്ക് പോലും അശ്ലീല സന്ദേശം അയച്ചിട്ടുണ്ട്. അതിൽ തന്നെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകൾക്ക് അശ്ലീലമായ സന്ദേശം അയച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഏറ്റുമുട്ടൽ ആണ് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിനകത്ത് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നടക്കുന്നത്. അതിൻ്റെ ചില ഓഡിയോ ക്ലിപ്പുകൾ കൂടി ഇന്ന് പുറത്തു വരികയുണ്ടായി. പുള്ളി ഉണ്ടാവുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ, ഷാഫി പറമ്പിൽ ആയിക്കോട്ടെ, പാലക്കാട് ഉണ്ടാവുമ്പോൾ അവരുടെ ചുറ്റോട് ചുറ്റും നടക്കുന്ന ഫാൻസ് അസോസിയേഷനിലെ ആളുകൾ തൻ്റെ ഇടമുണ്ടെങ്കിൽ ഇന്ന് സ്റ്റേറ്റ്മെന്റ് ഇറക്കണം. ഞങ്ങൾ പാലക്കാട് രാഹുലെ കൊണ്ടുവരും, സംഭാഷണം ഒരുക്കും, പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് സംഭാഷണം ഒരുക്കും. അത് പറയാനുള്ള ആർജവം പാലക്കാട് യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വേണം. ഞാനൊരു കാര്യം പറയാം, അങ്ങനെ ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ ഏതറ്റം വരെയും ഏതൊക്കെ തരത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുമോ മുമ്പോട്ടൊക്കെ പോകാൻ ഞാൻ മുമ്പിലുണ്ടാവും. നേതാക്കൾ ആരാണെങ്കിലും ഇനിയിപ്പോൾ ഞാൻ ഒരു പേരെടുത്ത് ആരും പറയാതെ പോകുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇനി സസ്പെൻഷൻ മേടിക്കാൻ വയ്യ. ഞാൻ സസ്പെൻഷൻ കഴിഞ്ഞ് പാർട്ടിയിൽ അകത്ത് കടന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഈ പറയുന്ന ഒരു കൊല്ലത്തിനുള്ളിൽ വീണ്ടും സസ്പെൻഷൻ വാങ്ങി എന്നുള്ള പേര് വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. നമ്മുടെ ആളുകളെ സംരക്ഷിച്ചാൽ മാത്രമേ ഈ പ്രസ്ഥാനത്തിൽ ആകർഷിച്ചുകൊണ്ട് യുവാക്കൾ കടന്നു വരുള്ളൂ. അല്ലാതെ ഒരു പ്രശ്നം വന്നാൽ അവനെ എങ്ങനെ ചാമ്പാന്ന് നോക്കുന്ന നേതാക്കളും ഫാൻസ് അസോസിയേഷൻകാരുമാണ് ഇന്ന് പാലക്കാടുള്ളത്. അതിനൊരു മാറ്റം വേണം. എല്ലാവരും ഒന്ന് പുനഃപരിശോധിക്കണം. എല്ലാത്തിനും തീരുമാനം വേണം. അതല്ലാതെ ഇപ്പൊ കഴിഞ്ഞ ദിവസം MLA ഓഫീസിന് മുമ്പിൽ വരെ എത്തിക്കാനുള്ള അവസരം ഒരുക്കുക. പോലീസിനെതിരെ അടക്കം ശക്തമായി നിലപാട് പറയാൻ ഒരു KSUക്കാരനോ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ തയ്യാറായില്ല. അതന്നെയാണ് ഞാൻ ഈ അവസരത്തിൽ ഇങ്ങനെ എനിക്ക് ഇടാൻ പറഞ്ഞത്. രമേശ് ചെന്നിത്തല എന്തെങ്കിലും പറഞ്ഞ രമേശ് ചെന്നിത്തല കൊന്നു കൊല വിളിക്കാൻ കുറെ ആളുകൾ, അതൊന്നും നടക്കൂല, അത് നടക്കാൻ സമ്മതിക്കൂല. യെസ്, നിങ്ങൾ കേട്ട് കാണും, പ്രേക്ഷകർ ഇത് കേട്ട് കാണും. ഈ സന്ദേശം എന്നത് വാട്സപ്പ് ഗ്രൂപ്പിനുള്ളിൽ, കോൺഗ്രസിലെ വാട്സപ്പ് ഗ്രൂപ്പിനുള്ളിൽ നിന്ന് പുറത്തു വരുന്നതാണ്. അതേസമയം തന്നെയാണ് വലിയ സൈബർ അറ്റാക്ക് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ നേരം വൈകുന്നേരത്തിൽ തന്നെ അക്കാര്യം പ്രേക്ഷകരുമായി പങ്കുവെച്ചതാണ്. വനിതാ നേതാക്കൾക്കെതിരെ ഉമാ തോമസിനെ പോലെ, ബിന്ദു കൃഷ്ണയെ പോലെ, ഷാനിമോൾ ഉസ്മാനെ പോലെ, KK രമയെ പോലെയുള്ള നേതാക്കൾക്കൊക്കെതിരെ അതിരൂക്ഷമായ വിമർശനമാണ്. പുറത്തു പറയാൻ പറ്റാത്ത ഭാഷയിലുള്ള സൈബർ വെട്ടുകിളികളുടെ പ്രയോഗങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു. അവിടെ ഒരു ഡിഫൻഡ് സൃഷ്ടിക്കുന്നത് അത് പുറത്തു നിന്നുള്ളവർ ഉൾപ്പെടെ ആകാമല്ലോ. അതായത് വ്യാജ മേൽവിലാസത്തിലൊക്കെ ഉള്ളവർ, വ്യാജ ഐഡിയിൽ നിന്നായിരിക്കാം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ കേട്ട ഈ ഓഡിയോ അങ്ങനെയൊന്നുമല്ല. ഇത് കൃത്യമായി കോൺഗ്രസിൻ്റെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഉള്ള ഓഡിയോ ആണ്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ തന്നെ നേതാവായിട്ടുള്ള അരുണിമ ഒരു പരാതി ഉന്നയിക്കുകയുണ്ടായി. അത് അരുണിമ വലിയ തോതിൽ സൈബർ അറ്റാക്ക് നേരിടുന്നു എന്നുള്ളതാണ്. അതിന് കാരണം ന്യൂസ് 18 എന്നുകൂടിയുള്ളതാണ്. ഞങ്ങളത് തുറന്നു പറയുന്ന ആ സാഹചര്യം തന്നെയാണുള്ളത്. ഞങ്ങളുടെ റിപ്പോർട്ടർ ഡാൻ കുര്യനായിരുന്നു അരുണിമയെ ബന്ധപ്പെട്ടത്. അരുണിമയെ ബന്ധപ്പെട്ടപ്പോഴാണ് അരുണിമയാണ് അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ വുമണിനെ കണക്ട് ചെയ്ത് നൽകുന്നത്. അങ്ങനെ സംസാരിക്കുമ്പോൾ അവന്തിക പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് നിന്ന് മോശമായ പെരുമാറ്റമൊന്നും ഉണ്ടായില്ല എന്നതായിരുന്നു. പിന്നീട് നടി വെളിപ്പെടുത്തലുമായി വന്നതിന് ശേഷമാണ് തനിക്കുണ്ടായ തിക്താനുഭവങ്ങൾ ഈ അവന്തിക പറഞ്ഞത്. അപ്പോൾ അവന്തികയെ പ്രേരിപ്പിച്ചത് അരുണിമയാണ് എന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിനകത്ത് ചർച്ച നടക്കുന്നത്. അങ്ങനെ താൻ വലിയ തോതിലുള്ള ആക്രമണം നേരിടുകയാണ് എന്ന് അരുണിമ ന്യൂസ് 18 പറഞ്ഞു. ഒപ്പം അരുണിമ ഒരു കാര്യം കൂടി ചേർത്ത് വെച്ചു, ഈ ആക്രമണം തുടർന്നാൽ ഇനിയും പലതും പറയേണ്ടി വരും എന്ന്. അതും അങ്ങേയറ്റം ഗൗരവതരമാണ്. അതായത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് മാലിന്യത്തിൻ്റെ ചെറിയ ഭാഗം മാത്രമാണ് എന്നാണ് അരുണിമയും പറയുന്നത്.
ഒരു ജനാധിപത്യ വിശ്വാസമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്റെ തുറന്നു പറച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ സത്യാവസ്ഥ തെളിയുന്നത് വരെ അല്പം മാറി നിൽക്കണമെന്നുള്ള അത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ സൈബർ ആക്രമണം നേരിട്ടു. തീർത്തും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എന്നാൽ നേതൃത്വം കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുത്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മൾ ജനാധിപത്യം വിജയിക്കണം. ഇപ്പം ഈ പറയുന്ന അവന്തികയുടെ കാര്യമാണെങ്കിൽ തന്നെ അവന്തിക പറയുന്നതിലെ വസ്തുതകൾ പരിശോധിക്കണം. അത് എത്രത്തോളം സത്യമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പം പല ആളുകളും പരാതി ഉന്നയിക്കുമ്പോൾ പാർട്ടിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി തീരുമാനമെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട്, നമ്മൾക്കെതിരെ ചില ആളുകൾ, ആരാണെന്ന് എനിക്കറിയില്ല, ചില ആളുകളുടെ നേതൃത്വത്തിൽ വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഇടങ്ങളിൽ നിന്ന്. യെസ്, ഇതാണ് ട്രാൻസ് കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള അരുണിമയ്ക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് തന്നെ ഇത്തരം സൈബർ ആക്രമണങ്ങളിൽ വലിയ എതിർപ്പുകളും വിയോജിപ്പുകളും പല നേതാക്കൾക്കുമുണ്ട്. അതിപ്പോൾ തുറന്നു പറയുന്നത് കെ മുരളീധരനാണ്. മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നല്ല രാഷ്ട്രീയ പരിജ്ഞാനമുള്ളതാണ്. പറയേണ്ടതുപോലെ പറയാൻ മുരളീധരൻ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഉമാ തോമസിനെതിരെ സൈബർ ആക്രമണം നടത്തിയവർക്ക് നേരെ നൈസായി ചില പ്രയോഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്, അതായത് ഉമയ്ക്കെതിരെ സൈബർ ഇടത്തിൽ ആക്രമണം നടത്തുന്നവർ ഒരു കാര്യം ആലോചിക്കണം. നിങ്ങളുടെ അച്ഛനും അമ്മയും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഉമാ തോമസ് KSUവിൻ്റെ ഭാഗമായതാണ് എന്ന്, അത് ആരെയാണ് വിളിച്ചത് എന്നും ആരെയാണ് ലക്ഷ്യം വെച്ചത് എന്നും ഒക്കെ മലയാളം നന്നായി അറിയാവുന്നവർക്കറിയാം. എന്തായാലും അങ്ങനെയുള്ള പോരാട്ടത്തിനൊന്നും ഈ സൈബർ ഇടത്തിലെ കോൺഗ്രസ്സുകാർ, യുവാക്കളൊന്നും മുതിരേണ്ട എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത് കെ മുരളീധരൻ. ഞാൻ പറയും, ഈ സൈബർ ആക്രമണം നടത്തുന്നവർ ഒരു ജോലിയില്ലാത്ത മൂടുതാങ്ങിയാണ്. പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർക്ക് ഇതിനൊന്നും നേരം കിട്ടില്ല. പാർട്ടിക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി തല്ലുകൊള്ളുന്നവരും സമരം നയിക്കുന്നവരുമായിട്ടുള്ള ഒരു യൂത്ത് കോൺഗ്രസ്സുകാരും ഇതിൻ്റെ പിന്നാലെ പോയില്ല, ഈ സൈബറിൻ്റെ പിന്നാലെ. ഉമാ തോമസിൻ്റെ പാരമ്പര്യത്തിനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്നു. ഇവരുടെ മാതാപിതാക്കളുടെ വിവാഹത്തിന് മുമ്പ് അവർ KSUവിലുണ്ടായിരുന്നു. ഉമാ തോമസ് എന്തറിയാണ്ട ഈ ജൽപ്പനങ്ങൾ നടത്തുന്നത്? അതാണ് ഞാൻ പറയുന്നത്. ചില മൂടുതാങ്ങികൾ പാർട്ടിയുടെ സൽപ്പേര് നശിപ്പിക്കാൻ വേണ്ടി സൈബറുമായിട്ട് ഇറങ്ങിയിരിക്കും. എന്തായാലും സൈബർ ആക്രമണങ്ങൾ നടത്തേണ്ടവരെ വിളിക്കേണ്ട പോലെ തന്നെ മുരളീധരൻ വിളിച്ചിട്ടുണ്ട് എന്നതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണം വലിയ വിമർശനമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ ഉയർത്തുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പഴത്തൊലിയിൽ തെന്നി വീണു എന്ന തരത്തിലുള്ള ഒരു പരിഹാസം കൂടി നടത്തുന്നുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരു നേതാവ്, പല നേതാക്കളും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന വിമർശനവും മറ്റാർക്കും ലഭിക്കാത്ത പല സൗഭാഗ്യങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. ചെറിയ പ്രായത്തിൽ തന്നെ അങ്ങേയറ്റത്തെ പരിഗണന ലഭിക്കുന്നു. മുതിർന്ന നേതാക്കൾക്ക് പോലും ലഭിക്കാത്ത പരിഗണന ലഭിക്കുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്കുള്ള വളർച്ചയൊക്കെ ഏതാനും ചുരുങ്ങിയ വർഷങ്ങൾ കൊണ്ടായിരുന്നു എന്ന് പറയുന്നു. അവിടെ നിന്ന് വളരെ പെട്ടെന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ MLA ആയി മത്സരിക്കാൻ അവസരം ലഭിക്കുന്നു. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ വലിയ പരിഗണന ലഭിച്ച രാഹുൽ മാങ്കൂട്ടം ജാഗ്രത പുലർത്തിയില്ല. പ്രത്യേകിച്ച് ഇരിക്കുന്ന പദവിയോട് കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് നിന്ന് പിഴവുകൾ സംഭവിച്ചു, തെറ്റുകൾ സംഭവിച്ചു എന്ന് വളരെ കൃത്യമായി പറയുകയാണ് വീക്ഷണം ദിനപത്രം. പാർട്ടിക്കുള്ളിൽ ഇത്തരത്തിലൊരു ചേരിപ്പോര് ഉണ്ടാകുമ്പോൾ അത് മറ്റൊരു പ്രതിസന്ധി കൂടിയാണ് സൃഷ്ടിക്കുന്നത്. നമ്മൾ ഇന്നലെ വൈകുന്നേരത്തിൽ സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താത്തത്. അത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം പാലക്കാട് ഉടനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അത് BJP ആയുധമാക്കി മാറ്റുമെന്നും അവർ അവസരമാക്കി മാറ്റുമെന്നും പൊതുവെ ഒരു വിലയിരുത്തൽ ഉണ്ട് പാർട്ടിക്ക്. അതോടൊപ്പം തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം മത്സരിക്കേണ്ട സാഹചര്യമുണ്ട്. അതിനടക്കം വലിയ പണം കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് കൂടി പാർട്ടി പോകുമെന്നുള്ള ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. അങ്ങനെ പല സാധ്യതകളും കണക്കിലെടുത്തുകൊണ്ട് പ്രത്യേകിച്ച് പാലക്കാട് ഇപ്പോൾ 12 നിയമസഭാ മണ്ഡലങ്ങൾ ഉണ്ട്. ആ 12 മണ്ഡലങ്ങളിൽ ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ആ വിജയം എന്നത് ചുരുങ്ങിയത് 6 മണ്ഡലങ്ങളിലേക്കെങ്കിലും വ്യാപിപ്പിക്കണം എന്ന ഒരു ആഗ്രഹം കൂടി കോൺഗ്രസിനുണ്ട്. അങ്ങനെയുള്ള കോൺഗ്രസ് ആണ് ഈ പടലപ്പിണക്കങ്ങൾ കഴിയുന്നത്ര ഇല്ലാതാക്കി എല്ലാവരെയും ഒരുമിച്ച് നിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. പക്ഷേ ഈ പടലപ്പിണക്കം കോൺഗ്രസിനുണ്ടാക്കുന്ന ഒരു പ്രതിസന്ധി എന്നത് നേരത്തെ അജയ് തറയിൽ എന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു യുവാക്കൾക്ക് നേരെ. അത് യുവാക്കളാരും
ഖദർ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അവരൊക്കെ കളർ വേഷത്തിലാണ് എത്തുന്നത് എന്നുള്ളതാണ്. അതാണ് ഇനി കോൺഗ്രസിനകത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു പടലപ്പിണക്കത്തിൻ്റെ സൂചനയായി ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ കളർ മങ്ങുമോ എന്നതാണ് ചോദ്യമായി ഉയരുന്നത്. നമുക്കറിയാം, ഈ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലടക്കം കാണുന്ന ചില നേതാക്കളുടെ മുഖങ്ങൾ ഒന്ന് നോക്കുക. ഷാഫി പറമ്പിലുണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിൽ മങ്ങിക്കഴിഞ്ഞു എന്നത് നമുക്കറിയാം. VT ബൽറാമിനെ പോലെയുള്ളവരുണ്ട്, PC വിശ്വനാഥിനെ പോലെയുള്ളവരുണ്ട്, KS ശബരിനാഥിനെ പോലെയുള്ള നേതാക്കൾ. അവരൊക്കെ ഈ ഖദർ മാറ്റി കളർ ഉപയോഗിക്കുന്നു എന്നുള്ളൊരു വിമർശനമുണ്ട്. അതായത് യുവതലമുറ യിൽപ്പെട്ട നേതാക്കളാണ്, അവർക്ക് കൃത്യമായൊരു വളർച്ച ലഭിക്കുന്നുമുണ്ട്. അങ്ങനെയുള്ള നേതാക്കൾ ആണ് ഈ കളർ വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്നുള്ളതാണ്. അത് ന്യൂസ് 18 ഒരിക്കൽ ചർച്ച ചെയ്തതുമാണ്. അതിന് രാഹുൽ ഗാന്ധിയെ ഉപമിച്ചുകൊണ്ടായിരുന്നു മറുപടി നൽകിയത്. കാലം മാറുന്നു. രാഹുൽ ഗാന്ധി നമുക്കറിയാം ജീൻസും ടീഷർട്ടും ഒക്കെ ഇട്ടാണ് പലപ്പോഴും യാത്രകൾ നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ വോട്ട് ചോരി പോലെയുള്ള യാത്രകളിൽ പോലും അദ്ദേഹം അങ്ങനെ ഖദറൊന്നുമല്ല ധരിക്കുന്നത്. അപ്പോൾ ഈ യുവ നേതാക്കൾ പാർട്ടിക്കുള്ളിൽ കരുത്തരാകുന്നുണ്ട്. ആ കരുത്തിൻ്റെ ബലത്തിൽ പാർട്ടിയിൽ കൂടുതൽ ജനസ്വാധീനം വർദ്ധിപ്പിക്കാം, അങ്ങനെ വിജയിച്ച് കയറാം എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ കോൺഗ്രസിനകത്ത് ഒരു വിഭാഗം പുലർത്തുമ്പോൾ ഖാദിയുടെ കളർ മങ്ങിയോ എന്ന സംശയം കൂടി ചില മുതിർന്ന നേതാക്കൾ നേരത്തെ പുലർത്തിയിരുന്നു. അതായത് ഈ യൂത്തന്മാർ ഇങ്ങനെ പാർട്ടിയിൽ വിലസുമ്പോൾ പഴയ നേതാക്കൾ അല്ലെങ്കിൽ പ്രായമേറിയ നേതാക്കൾ, മുതിർന്ന നേതാക്കൾ അവരെ വേണ്ടത്ര പരിഗണിക്കുന്നില്ലേ എന്ന ഒരാക്ഷേപം ഉയർന്നിരുന്നു. ഇപ്പോഴും ഈ കോൺഗ്രസിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ആ കോൺഗ്രസിൻ്റെ ജീവിത രീതി തന്നെയാണ് തുടരേണ്ടത് എന്നത് മട്ടിലുള്ള നിലപാട് സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്ന നേതാക്കൾ. അത് നമുക്ക് രമേശ് ചെന്നിത്തലയെ കാണാം, VD സതീശനെ കാണാം, K മുരളീധരനെ പോലെയുള്ളവരെ കാണാം, K സുധാകരനെ പോലെയുള്ളവരെ കാണാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അജയ് തറയിൽ പോലെയുള്ള, VM സുധീരനെ പോലെയുള്ള പല നേതാക്കൾ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ പോലെയുള്ള പല നേതാക്കളുമൊക്കെ ഇപ്പോൾ മുഖ്യധാരയിൽ നിന്ന് അങ്ങനെ VD സതീശൻ പ്രതിപക്ഷ നേതാവ്, അത്തരം പേരുകളൊക്കെ ഉണ്ടെങ്കിലും കോൺഗ്രസിനെ മുറുകെ പിടിച്ചിരുന്ന ഇപ്പോഴും ഖദർ വസ്ത്രധാരികളായിട്ടുള്ള പല നേതാക്കളും അപ്രസക്തരായി മാറിയിട്ടുണ്ട്. അവർ ഒരു പക്ഷേ തിരിച്ചു വരുമോ? അതായത് യൂത്തിന് ആവശ്യമില്ലാത്തൊരു പ്രയോറിറ്റിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന മട്ടിൽ ഉള്ള ഒരു വിമർശനം മുതിർന്ന നേതാക്കളിൽ നിന്ന് ഇനി ഉരുത്തിരിയുമോ എന്നതും സംശയകരമാണ്. അങ്ങനെയെങ്കിൽ അതും ഒരു ഏറ്റുമുട്ടലിന് വഴിയൊരുക്കും. പക്ഷേ ഇതൊക്കെ താൽക്കാലികമായ ഏറ്റുമുട്ടൽ മാത്രമാണ് എന്നും പാർട്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുമെന്നും ഒക്കെയാണ് പാർട്ടി നേതൃത്വം അവകാശപ്പെടുന്നത്. എങ്കിലും വരാനിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിൻ്റെ പൊതു സ്വഭാവം നമുക്കറിയാം. പലരെയും സംബന്ധിച്ചിടത്തോളം സീറ്റ് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ മുതിർന്ന പല MPമാരും മന്ത്രിമാരാകാൻ മന്ത്രിക്കുപ്പായം തയ്ച്ചിരിക്കുന്നവർ ആണ്. അങ്ങനെയുള്ളവർക്കും ഈ വിമർശനങ്ങളും ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ ആരോപണങ്ങളുമൊക്കെ വലിയ തോതിൽ ഊർജം പകരും. അങ്ങനെ ഒരു പോരാട്ടത്തിന് കൂടി പാർട്ടി വേദിയാകുവാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല.